പ്രൈസ് ലോർഡ്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും ഞങ്ങൾ നിർത്തത്തില്ല. ഞങ്ങളുടെ ജീവിത അവസാനം വരെ പ്രാർത്ഥിച്ചിരിക്കും. ഈ ലോകത്തിലും പരലോകത്തിലും വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കും. ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച് നാം ഒരു നിമിഷം പറയുകയാണെങ്കിൽ, നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥന ശക്തമാണ്, ശക്തിയുള്ളതാണ് ഓരോ പ്രാർത്ഥനയും. എന്തെന്നാൽ അത് കേൾക്കുന്നവൻ കർത്താവാണ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നതുകൊണ്ടും അവിടുന്ന് നമുക്ക് ഉത്തരം നൽകുന്നു എന്നതുകൊണ്ടും തന്നെ പ്രാർത്ഥന വളരെ ശക്തിയും ഇഫക്റ്റീവും ആണ്. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടേതായ വിശ്വാസങ്ങൾ അനുസരിച്ച്, നമുക്ക് കിട്ടിയ കൃപകൾ അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ സാധിക്കും. ക്രൈസ്തവരും അക്രൈസ്തവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പരിഷ്കൃതരും അപരിഷ്കൃതരും പ്രാർത്ഥിക്കുന്നുണ്ട്. ആധുനിക സമൂഹവും പ്രാകൃത സമൂഹവും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരവരുടെ ആശയങ്ങൾ അനുസരിച്ച്, അവരവരുടെ ബോധ്യങ്ങളും വിശ്വാസങ്ങളും അനുസരിച്ച് അവരവർ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ജനങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ജനങ്ങളും പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ വില കൽപ്പിക്കുന്നുണ്ട്. അത് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. കർത്താവായ യേശു താൻ അധികം പ്രാർത്ഥിച്ചു. ഓരോ നിമിഷവും നമുക്ക് കാണാം, ഈശോ പകൽ സമയം തൻ്റെ ശിഷ്യന്മാരോടുകൂടെ പല അത്ഭുത പ്രവർത്തനങ്ങളും ചെയ്യുകയും രാത്രി മുഴുവനും തൻ്റെ പിതാവിനോട് പ്രാർത്ഥനയിൽ ഒന്നാവുകയും ചെയ്തത് ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, യേശു താൻ പ്രാർത്ഥിച്ചത് തൻ്റെ ശിഷ്യന്മാരെ കൂടി പഠിപ്പിക്കുകയും ചെയ്തു. ഇന്ന് പല ജനങ്ങളും ചോദിക്കുന്നുണ്ട്, എത്ര നാൾ ഞാൻ പ്രാർത്ഥിക്കും? എങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. ഇനി എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കും? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ നിരാശരായ ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ട്. ഒരു പക്ഷേ ഞാനും നിങ്ങളും പലപ്പോഴും ഈ അവസ്ഥയിൽ വന്നുപോയിട്ടുള്ളവരായിരിക്കാം. ഇന്ന് ഇതിന് ഉത്തരം ഇന്നത്തെ നാം കേൾക്കാൻ പോകുന്ന തിരുവചനത്തിലൂടെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കും. സങ്കീർത്തകൻ പാടുന്നു, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്, ഓ ഗോഡ്, and put a new and right spirit within me. സങ്കീർത്തകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ദാവീദ് രാജാവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിനോടടുത്ത വ്യക്തിയാണ് ദാവീദ് രാജാവ് എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വ്യക്തി തന്നെ ഇങ്ങനെയും കൂടെ പ്രാർത്ഥിച്ചു, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ നിക്ഷേപിക്കണമേ. അചഞ്ചലമായ ഒരു ഹൃദയം എന്നിൽ നിക്ഷേപിക്കണമേ. ഈ പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ഹൃദയം നിർമ്മലമാക്കണം, നൈർമല്യമുള്ളതാക്കണം, വിശുദ്ധമാക്കണം. നമ്മുടെ ഹൃദയത്തിൽ എളിമ കൊണ്ട് നിറയണം. വിശുദ്ധി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ദൈവത്തിൻ്റെ മുൻപിൽ എളിമയുള്ള ഒരു ഹൃദയത്തോടുകൂടെ നാം പ്രാർത്ഥിക്കുക. വചനം പറയുന്നു, ദൈവം അഹങ്കാരമുള്ള ഹൃദയത്തെ താക്കുകയും എളിമയുള്ള ഹൃദയത്തെ ഉയർത്തുകയും ചെയ്യുന്നു. God opposes the proud but gives grace to the humble.
ഇന്ന് ദൈവത്തിന്റെ മുൻപിൽ നിർമ്മലമായ ഒരു ഹൃദയത്തോടെ, എളിമയുള്ള ഒരു ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോയിട്ടുണ്ട്. അതിനാൽ തന്നെ കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു സഹായകനെ അയച്ചു തന്നിട്ടുണ്ട്. തൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് വേണ്ടി നേടിയെടുത്ത ഈ സഹായകൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യും എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു പറഞ്ഞു, "The helper whom my Father will send in my name will teach you everything and will remind you of all that I have said to you." ഇന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൈർമല്യത വരുത്താൻ, നമ്മുടെ ഹൃദയത്തിൽ എളിമയും വിശുദ്ധിയും വരുത്താൻ, അങ്ങനെ നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിക്കുന്നതിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എളിമയോടുകൂടെ, "കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഹൃദയത്തിൽ അയച്ചു തന്ന് എൻ്റെ ഹൃദയത്തിലുള്ള ഹൃദയ മാലിന്യങ്ങളെല്ലാം തുടച്ചു നീക്കി, ദൈവം എൻ്റെ ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ എൻ്റെ ഹൃദയം നൈർമല്യമുള്ളതായി കാണപ്പെടുവാൻ എൻ്റെ കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നെ സഹായിക്കണമേ" എന്ന് സഹായകനായ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയ നൈർമല്യതയോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഏതു പ്രാർത്ഥനയ്ക്കും കർത്താവ് ഉത്തരം നൽകിയിരിക്കും. ഹൃദയത്തിൽ വിശ്വാസമർപ്പിച്ച് ഹൃദയത്തിൽ എളിമയോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് മുൻപിലും ദൈവം ചെവി അടയ്ക്കത്തില്ല. നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. അതിനാൽ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയ നൈർമല്യതയും ഹൃദയവിശുദ്ധിയും എളിമയും കൂടെ ഒന്നിച്ചു ചേർത്ത് നമുക്ക് നമ്മുടെ ഓരോ നിയോഗങ്ങളും പ്രാർത്ഥന കേൾക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ സുഖപ്പെടുത്തുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ ആശീർവദിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ വിജയം നൽകി അനുഗ്രഹിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മുൻപാകെ ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയം തുറക്കാം. ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഓർത്തു പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ അനുഗ്രഹങ്ങളെയും ഓർക്കാം. ഇന്ന് വരെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ അനുഗ്രഹങ്ങളെയും കൂടി ഓർത്ത് ഈ രാത്രിയിൽ ഹൃദയ നൈർമല്യത്തോടുകൂടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, എളിമയുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. എന്നെ കേൾക്കുന്ന ഈ സമൂഹത്തെ കർത്താവേ അങ്ങേക്ക് ഞാൻ തരുന്നു. നിനക്ക് മാത്രമേ സകലതും സാധ്യമായുള്ളൂ. കർത്താവേ, ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നിയ പല കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല എന്ന ഒരു തോന്നൽ ഞങ്ങളെ അലട്ടുന്നുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം എന്നുപോലും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സമയം ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സങ്കീർത്തകനെ പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ നിക്ഷേപിക്കണമേ. അചഞ്ചലമായ ഒരു ചൈതന്യം എന്നിൽ പുനഃസ്ഥാപിക്കണമേ. എൻ്റെ കർത്താവായ ദൈവമേ, എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്ന് രാത്രിയിൽ തന്നെ നീ കരുണ തോന്നണമേ. അവരുടെ ഹൃദയത്തെ നീ സ്പർശിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയുടെ ഉദ്ദേശം തന്നെ നീ മനസ്സിലാക്കി ഹൃദയ നൈർമല്യതയുള്ളവരാക്കി, ഹൃദയത്തിൽ എളിമയും വിശുദ്ധിയും ഉള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ പാപപ്പിഴകളെ ഈ നിമിഷം അങ്ങ് ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങൾ ക്ഷമിക്കാൻ കഴിവുള്ള ദൈവമേ,
കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ ഓർത്തിരിക്കുകയില്ല എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈ നിമിഷം എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ പാപങ്ങൾ ക്ഷമിച്ച് ഹൃദയത്തിൽ ഒരു അന്തരം വരുത്തി ഞങ്ങൾക്കൊരു ശരിയായ മാനസാന്തരം നൽകി, ശരിയായ എളിമയുള്ള ഹൃദയം നൽകി, ഹൃദയത്തിൽ നൈർമല്യത നൽകി ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ മക്കളുടെ ജീവിതത്തെ ഈ സമയം നീ തൊടണമേ. ഇവരുടെ ആവശ്യങ്ങളെ നീ കാണണമേ. ഇവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കി, മനസ്സിൽ നിന്ന് അസ്വസ്ഥതകൾ നീക്കി, ശരീരത്തിൽ നിന്ന് രോഗപീഠകൾ നീക്കി, സകലവിധ വേദനയും നിരാശയും വിഷമങ്ങളും മാറ്റി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് കാവലുണ്ട് എന്ന ബോധ്യത്തോടെ ഞാൻ ഉറങ്ങാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഉറങ്ങുമ്പോൾ നിന്റെ സ്വർഗീയ സൈന്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വീടിന് ചുറ്റും, കുടുംബത്തിന് ചുറ്റും, ഭവനത്തിന് ചുറ്റും, വസ്തുവകകൾക്ക് ചുറ്റും, കുടുംബാംഗങ്ങൾക്ക് ചുറ്റും കാവൽ ഏർപ്പെടുത്തണമേ. ദുഷ്ടൻ കടന്നു വരാത്തവണ്ണം, ദുഷ്ടശക്തികൾ പ്രവേശിക്കാത്തവണ്ണം ദൈവത്തിൻ്റെ സ്നേഹാഗ്നി മതിൽ കൊണ്ട് ഞങ്ങൾക്ക് ചുറ്റും നീ പാളയമടിക്കണമേ. കർത്താവെ, മനസ്സ് നുറുങ്ങിയിരിക്കുന്നവരുടെ മനസ്സിനെ നീ സുഖപ്പെടുത്തണമേ. ഈ സമയം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകുന്ന ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഇന്നും എന്നും എളിമയുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ, നിർമ്മലമായ ഒരു ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ഓരോ നിമിഷവും ഞങ്ങളെ പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിരന്തരം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിരന്തരം ദൈവചിന്തകളാൽ ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തിയെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഇവരുടെ മക്കളെ സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം നിറഞ്ഞ് മക്കളിലും കുടുംബാംഗങ്ങളിലും ദൈവത്തിൻ്റെ അഭിഷേക അഗ്നി, ദൈവത്തിൻ്റെ സ്നേഹ അഗ്നി വന്ന് നിറഞ്ഞ് എല്ലാ ഹൃദയവും എളിമയുള്ളതാക്കി കാണപ്പെടുവാൻ പരിശുദ്ധാത്മാവെ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ ദൈവമുൻപാകെ സമർപ്പിച്ച് അവാച്യമായ വാക്കുകളാൽ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ദൈവസന്നിധിയിൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണുനീരൊപ്പുന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അഹന്ത മാറ്റി എളിമ നിക്ഷേപിച്ച്, ഒരു പുതു ചൈതന്യം നിക്ഷേപിച്ച്, എളിമയുള്ള ഹൃദയം, നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങളിൽ സൃഷ്ടിക്കുന്നതിനെ ഓർത്ത് കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന യേശുനാമത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. കേട്ടരുളണമേ. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി അതിരാവിലെ നിന്റെ കാരുണ്യം അനുഭവിക്കുവാൻ, നിന്റെ സ്നേഹം നുകരുവാൻ, നിന്റെ മഹത്വം കാണുവാൻ ഞങ്ങളെ വീണ്ടും ഉറക്കമുണർത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിൽ കൂടി നിങ്ങളുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെയും സാധിച്ചു തരട്ടെ. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. പ്രത്യേകിച്ച്
പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നിയിരിക്കുന്നവർക്ക്, പ്രാർത്ഥിക്കാൻ കഴിയാത്തവർക്ക്, നിരാശയിലായിരിക്കുന്നവർക്ക്, എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്കെല്ലാം നിങ്ങൾ ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക. ഈ ലോകം മുഴുവനും പ്രാർത്ഥനയുടെ ചൈതന്യം ഉണ്ടാകുവാൻ, എല്ലാ ഹൃദയങ്ങളിലും എളിമയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ, ഈ പ്രാർത്ഥനയെ ദൈവം അഭിഷേകം ചെയ്ത പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയെ നിങ്ങൾ അയച്ചു കൊടുക്കുക. മറ്റുള്ള അനേകം ജനങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് നിങ്ങൾ ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക. ദൈവം അവരുടെ മേലും കരുണ കാണിക്കും. നിങ്ങൾക്ക് പ്രത്യേകം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർത്തു പ്രാർത്ഥിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്.